എസ് തിരുമല അനിൽ ബി.ജെ.പി പ്രതിനിധി ചേരുന്നുണ്ട്. ശ്രീ അനിൽ, ഇന്നലത്തെ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളയുകയായിരുന്നു. ഓരോ റൗണ്ട് എണ്ണുമ്പോഴും ആകാംക്ഷയുടെ മുൾമുന്നിലേക്ക് കൊണ്ടുപോകാൻ മുൻവർഷങ്ങളിലൊക്കെ നമ്മൾ ത്രികോണ മത്സരം എന്നൊക്കെ കേട്ടുപഠിച്ചത് കേരളം തിരുവനന്തപുരത്ത് നിന്നാണ്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരം നടന്ന രണ്ട് മണ്ഡലങ്ങൾ, ഒന്ന് തിരുവനന്തപുരം ആറ്റിങ്ങലുമാണ്. തിരുവനന്തപുരം ഇഞ്ചോടിഞ്ച് വലിയ ഒരു വെല്ലുവിളി ശശി തരൂരിന് മുമ്പിലേക്ക് ഉയർത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു. മാത്രമല്ല CPM-ന്റെ സിറ്റിംഗ് സീറ്റുകളിൽ പോലും, നിയമസഭാ മണ്ഡലങ്ങളിലെ സിറ്റിംഗ് സീറ്റുകളിൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി.ജെ.പി കഴിഞ്ഞിട്ടുണ്ട്. ഇത് NDA ക്യാമ്പിന് നൽകുന്ന ആത്മവിശ്വാസം എത്രത്തോളമാണ്? നോക്കൂ, ഇത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ചലനം, ഒരു വലിയ മാറ്റം ഉണ്ടാക്കുന്നതിന്റെ സൂചനയാണ് ഇന്നലെ നടന്നിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ സുരേഷ് ഗോപിയുടെ വിജയവും രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയത്തോടടുത്തുള്ള ഈ പ്രവർത്തനങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ വരെ കേരള രാഷ്ട്രീയത്തിൽ നിരവധി വർഷങ്ങളായി നടന്നിട്ടുള്ള രാഷ്ട്രീയ അപജയങ്ങൾക്കെല്ലാം ഒരു മറുപടി നൽകണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം തെറ്റിദ്ധാരണ പരത്തുന്ന BJPയുടെ ഇത്തരത്തിലുള്ള BJPയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി ജനങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതിന്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് നമുക്ക് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും വലിയ ആത്മവിശ്വാസം കിട്ടുന്ന രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് മാറിയിട്ടുള്ളത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വളരെ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെ കേരള സംസ്ഥാനം ഭരിക്കുന്ന CPM എത്ര താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അവർ ആശയപരമായി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ജനങ്ങൾ അവർക്കെതിരെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ അങ്ങേയറ്റം വേദനിക്കുന്നു, അങ്ങേയറ്റം പരിതാപകരമായി അവർ ചിന്തിക്കുന്നു. അതാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു തുടർഭരണം ശ്രീ പിണറായി വിജയന് കിട്ടിയ സമയത്ത് ആ തുടർഭരണത്തിന്റെ കീഴിലെങ്കിലും ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്നാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്നാണ് ജനങ്ങൾ വിചാരിച്ചത്. പക്ഷെ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഒക്കെ മകുട ഉദാഹരണങ്ങളായി കേരളത്തിലെ CPM പ്രസ്ഥാനം മാറി. ജനങ്ങളോട് വലിയ വെല്ലുവിളി നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. ഇവിടെ രണ്ട് തരത്തിലാണ് ഇതിനെ നമുക്ക് വിശകലനം ചെയ്യേണ്ടത്. ഒന്ന്, കഴിഞ്ഞ 7 വർഷം ഈ സംസ്ഥാന ഭരണം, ആ ഭരണത്തിന്റെ കീഴിൽ ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, യാതനകൾ, വേദനകൾ, അതിന് ജനങ്ങൾ കൊടുത്ത ഒരു മറുപടിയാണ്. മറ്റൊന്ന്, കോൺഗ്രസിലേക്ക് ഈ CPM-ന്റെ വോട്ട് ഒഴുകിപ്പോയിരിക്കുകയാണ്. CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ കേരള സംസ്ഥാനത്തിൽ അവർക്കുണ്ടായിട്ടുള്ള വലിയ വീഴ്ചയ്ക്ക് സമാധാനം പറയേണ്ടത് ഈ സംസ്ഥാന നേതൃത്വമാണ്. ഏതെങ്കിലും മണ്ഡലത്തിൽ അവർക്കൊരു മേൽക്കൈ ഉണ്ടായി എന്ന് പറയുവാൻ വേണ്ടി സാധിക്കുമോ? ഇപ്പോ ആലത്തൂരിൽ രാധാകൃഷ്ണന്റെ വിജയം, ആ വിജയം ഒഴികെ ഏതെങ്കിലും മണ്ഡലത്തിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന CPM നേതൃത്വം കൊടുക്കുന്ന, പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഒരു മുന്നേറ്റത്തെ കുറിച്ച് പറയുവാൻ വേണ്ടി സാധിക്കുമോ? തിരുവനന്തപുരത്ത്, അതാണ് ഞാൻ പ്രത്യേകിച്ച് ഈ ചർച്ചയിൽ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. തിരുവനന്തപുരത്തെ 3 മണ്ഡലങ്ങൾ, അത് BJP ഒന്നാം സ്ഥാനത്താണ്. നോക്കൂ, എത്ര, ഇപ്പൊ ഉദാഹരണം നേമം നമുക്കെടുക്കാം. നേമത്ത് 21 കോർപ്പറേഷൻ വാർഡുകളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് 14 കൗൺസിലർമാരാണുള്ളത്. ആ 14 വാർഡുകൾ എന്ന് മാത്രമല്ല, 20 വാർഡുകൾ നമുക്ക് ലീഡ് ചെയ്യാൻ സാധിച്ചു. ഒരു വാർഡ് മാത്രമാണ് ലീഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പൊ ആ 20 വാർഡ് ലീഡ് ചെയ്തു. വട്ടിയൂർക്കാവിൽ നോക്കിക്കോ, 24 വാർഡുകൾ, അതിൽ നമുക്ക് ബഹുഭൂരിപക്ഷം വാർഡുകളിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും CPM-ന്റെ ജനപ്രതിനിധികൾ MLA-മാരായിരിക്കുന്ന ആ മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാണ് സാധിച്ചിട്ടുള്ളത്. ആ 3 മണ്ഡലങ്ങളും നമുക്ക് മുന്നേറാൻ വേണ്ടി സാധിച്ചു. തൊട്ടടുത്ത് ആറ്റിങ്ങൽ മണ്ഡലം, ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം കൈയാളുന്ന ആര്യ രാജേന്ദ്രന്റെ വാർഡിൽ 750 വോട്ടിനാണ് BJP മുന്നോട്ട് പോയിക്കിരിക്കുന്നത്. 750 വോട്ടാണ് അവിടെ ആ മുടവൻമുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് BJP ലീഡ് ചെയ്തിരിക്കുന്നത് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടായതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനങ്ങൾ ഒരു ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം, നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയത്തോടൊപ്പം മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ്. കേന്ദ്രത്തിൽ കുറച്ച് സീറ്റുകൾ കുറഞ്ഞതിന് വേറെ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ വെച്ച് നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ വിലയിരുത്താൻ വേണ്ടി സാധിക്കില്ല. കേരളത്തിൽ വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കിയിട്ടുണ്ട്. വരാൻ പോകുന്ന നാളുകളിൽ തിരുവനന്തപുരം പാർലമെന്റിലും ആറ്റിങ്ങൽ പാർലമെന്റിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി മുന്നോട്ട് പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആറ്റിങ്ങൽ മണ്ഡലം നമുക്കൊന്ന് പരിശോധിക്കാം.
ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 2 സ്ഥലങ്ങളിൽ രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി 1-ാം സ്ഥാനമാണ്. കാട്ടാക്കടയിലും അതുപോലെ തന്നെ ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലത്തിലും ഭാരതീയ ജനതാ പാർട്ടി 1-ാം സ്ഥാനമാണ്. ശ്രീ വി മുരളീധരൻ സമാനതകളില്ലാത്തൊരു നേതാവാണ്. ആ നേതാവ് ഇഞ്ചോടിഞ്ചാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അവിടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വിജയിച്ചു വരും എന്നുള്ളത് തന്നെയാണ് അവസാന പ്രതീക്ഷ. പക്ഷെ അദ്ദേഹം 2 മുന്നണികൾക്കും ഭീഷണിയായാണ് അവിടെ മത്സരത്തിൽ ഏർപ്പെട്ടത്. അവിടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഇഞ്ചോടിഞ്ച് അവിടെ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അപ്പോ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയമായി എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുവാനുള്ളത്. രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം തുടർന്നും തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാകും എന്ന് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വരാൻ പോകുന്ന നാളുകളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പും ആ മുന്നേറ്റവുമാണ് നമുക്ക് തിരുവനന്തപുരം പാർലമെന്റിൽ കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്.